വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. പാർട്ട് എ, ദ മൗണ്ടൻ റേഞ്ചസ് ടു വിച്ച് കഞ്ചൻജംഗുവ ബിലോങ്സ്. ഏതാണ്? ഹിമാദ്രി. ഹിമാദ്രിയാണ് ഫസ്റ്റ് ആൻസർ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഫോം ദ സ്വരാജ് പാർട്ടി? CR ദാസ്. Third question, public administration is concerned with the administration of the government. Whose words are this? N. Gladden. Fourth question, identify the tax imposed on the net income or profit of the companies. Corporate tax. The first iron and steel plant in South India is situated in Bhadravati. And sixth question, what is the importance of observation method or study in sociology? ഒബ്സർവേഷൻ മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ? ഒബ്സർവേഷൻ ഈസ് എ മെത്തേഡ് ബൈ വിച്ച് വാട്ട് എവർ ഈസ് സീൻ, ഹേർഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഈസ് റെക്കോർഡഡ് ട്രൂത്ത്ഫുള്ളി. ഇൻഫർമേഷൻ ദസ് കളക്റ്റഡ് ഡയറക്ട്ലി ഹെൽപ്സ് ഇൻ കറക്റ്റ് അസസ്മെന്റ്. അല്ലേ? കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷൻ മെത്തേഡ്, അതായത് നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ നേരിട്ട് ശേഖരിക്കുന്ന ഇത്തരം വിവരങ്ങൾ കൃത്യമായ വിലയിരുത്തലിന് നമ്മളെ സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ്? ദ റിസർച്ചർ ലേൺസ് ദെയർ ലാംഗ്വേജ്, കൾച്ചർ എക്സെട്ര ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലൈഫ്. എന്താണ്? ഇതിനായിട്ട് ഗവേഷകർ അവരുടെ ഭാഷ, സംസ്കാരം എന്നിവ പഠിക്കുകയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ പങ്കാളിയാവുകയും ചെയ്യും. പിന്നെ ബിഹേവിയർ വിച്ച് ആർ നോട്ട് എക്സ്പ്ലിക്റ്റ് ക്യാൻ ബി സ്റ്റഡിഡ്. ഇതുവഴി പ്രകടമല്ലാത്ത പെരുമാറ്റ രീതികൾ വരെ നമുക്ക് എന്ത് ചെയ്യാം? പഠന വിധേയമാക്കാനായിട്ട് കഴിയുന്നു. Then this method is mostly employed by anthropologists to study early human societies. പങ്കാളിത്ത നിരീക്ഷണത്തെ എന്താണ്? ആദിമ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനത്തിനായി നരവംശാസ്ത്രമാണ്, അതായത് ആന്ത്രോപോളജി ഈ രീതി ഏറെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒബ്സർവേഷൻ മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഇമ്പോർട്ടൻസും ഒരു 3 പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ആദ്യത്തെ എയിൽ എന്താ വരിക? ഓൾ ഇന്ത്യ സർവീസ്. എയില് ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്. നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ് സർവീസ് ആണ്. സ്റ്റേറ്റ് സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. ഇനി എയില് ഓൾ ഇന്ത്യ സർവീസ് ആണ്. പിന്നെ സിയിൽ എന്താണ്? സ്റ്റേറ്റ് സർവീസ് ആണ്. ഓൾ ഇന്ത്യ സർവീസ് എന്താണ്? അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്. അല്ലേ? കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. അല്ലേ? അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളാണ് എന്ത് ചെയ്യുന്നത്? നിയമിക്കപ്പെടുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓൺലി, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി. പിന്നെ സ്റ്റേറ്റ് സർവീസ്, അപ്പോയിന്റ് ഇൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കും. അപ്പൊ എയില് ഓൾ ഇന്ത്യ എന്ന് എഴുതണം, ബിയില് അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി എന്ന് എഴുതണം, സിയില് സ്റ്റേറ്റ് സർവീസ് എന്ന് എഴുതണം. ഇത് ക്വസ്റ്റ്യൻ, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. നമുക്കറിയാം നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഓൾസോ നോൺ ആസ് റിന്യൂവബിൾ എനർജി സോഴ്സ്. നമുക്ക് പുനരുൽപാദിപ്പിക്കാൻ കഴിയുന്ന എനർജി സോഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് സോളാർ, വിൻഡ്, ഹൈഡ്രോ, ജിയോ തെർമൽ ആൻഡ് ബയോമാസ് എനർജി. അപ്പൊ അതുകളെ കുറിച്ചാണ് എഴുതേണ്ടത്. 9th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ റിവേഴ്സിന്റെ കോമൺ ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. ഹിമാലയൻ റിവേഴ്സ് ആർ പെർനിയൽ, മീനിങ് ദേ ഫ്ലോ throughout the year due to melting glaciers and monsoon rains. They have long courses with large basins cutting deep valleys and forming fertile plains through erosion and deposition. These rivers exhibit high water flow and seasonal flood, especially during the monsoon season. അപ്പോൾ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിമാലയൻ റിവേഴ്സ് ആണ് എഴുതേണ്ടത്. ഒരു 3 പോയിന്റ്സ് എഴുതിയാൽ മതിയാകും.
നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 3 സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ. നോൺ ടാക്സ് റവന്യൂയുടെ 3 സോഴ്സസ് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ്. ഫീസ് ആൻഡ് ചാർജസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, പ്രോഫിറ്റ് ഫ്രം സ്റ്റേറ്റ് ഓൺ എന്റർപ്രൈസസ്. അത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഫീസ് ആൻഡ് ചാർജസ്, ഗവൺമെന്റ് കളക്ട് ഫീസ് ഫോർ service such as issuing passport, license and permit. These payments are mandatory for assessing specific public service. They help generate revenue without imposing tax on the general public. ഇതുപോലെ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. വെൻ ഇൻഡിവിജ്വൽ ഓർ ബിസിനസ് വയലേറ്റ് ലോസ് ദേ മസ്റ്റ് പേ ഫൈൻസ് ഓഫ് പെനാൽറ്റീസ്. പിന്നെ അങ്ങനെ ഒരു 3 പോയിന്റ്സ് എഴുതുക. മൂന്ന് 3 സോഴ്സസ് എഴുതുക. ആ 3 സോഴ്സസും എക്സ്പ്ലെയിൻ ചെയ്യുക. ഫീസ് ആൻഡ് ചാർജസും ഫൈൻസ് ആൻഡ് പെനാൽറ്റീസും പ്രോഫിറ്റ്സ് ഫ്രം സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. 11th ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ടു കോളം എ. രാമകൃഷ്ണ മിഷൻ ഏതാണ്? സ്വാമി വിവേകാനന്ദ. സത്യശോധക് സമാജ ഏതാണ്? ജ്യോതിബ ഫുലെ. ബ്രഹ്മ സമാജ് രാജാറാം മോഹൻ റോയ്. സെൽഫ് റെസ്പെക്ട് ഓഫ് മൂവ്മെന്റ് ഏതാണ്? EV രാമസ്വാമി നായിക്ക്. ഇനി നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് ഏർലി സ്ട്രഗിൾസ് ദാറ്റ് മഹാത്മാഗാന്ധി ടുക്ക് അപ്പ് ഇൻ ഇന്ത്യ. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയുള്ളതാണ് അല്ലെ. എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് ദ ഏർലി സ്ട്രഗിൾസ് ദാറ്റ് മഹാത്മാഗാന്ധി ടുക്ക് അപ്പ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ്? ദ സ്ട്രഗിൾസ് ഹി ടുക്ക് അപ്പ് popularized his ideologies and method of protest. Second, till his entry into a political scenario, national movement was confined to the educated section of the society. His methods to protect attract the layman to the movement. Third, the city-centric national movement spread to rural areas. Fourth one, Gandhiji became a national leader accepted to all strata of the society. അങ്ങനെ 4 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞത്. ഈ 4 പോയിന്റ്സും ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. സ്ട്രഗിൾസ് ആൻഡ് ഫ്രീഡം എന്നുള്ള ചാപ്റ്ററിൽ 4 പോയിന്റ്സ് ഉണ്ട്. 40th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. മലയാളി മെമ്മോറിയലിനെ കുറിച്ചും ഈഴവ മെമ്മോറിയലിനെ കുറിച്ചും ഷോർട്ട് നോട്ട് ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. മലയാള മെമ്മോറിയൽ 1891 the മലയാളി മെമ്മോറിയൽ വാസ് എ പെറ്റീഷൻ submitted to Maharaja of Travancore in 1891 by the Malayali upper caste Hindu community കൊടുത്താണ് അല്ലെ. To protest against the dominance of Tamil Brahmins in government jobs and demanded more employment opportunities for the educated Malayali people of Travancore. This was the significant movement in Kerala social and political history as it laid the foundation for Malayali identity and nationalism. ഈഴവ മെമ്മോറിയൽ 1896 The ഈഴവ മെമ്മോറിയൽ was a petition submitted to the Travancore government in 1896 and later in by the Eezhava community led by Srinarayana Guru and other social reformers. It demanded equal job opportunity and education rights for the Eezhavas. ഇവരെ ഡിമാൻഡ് ചെയ്തത് എന്താണ്? ഈക്വൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും എഡ്യൂക്കേഷൻ റൈറ്റ്സും ഈഴവർക്ക് കൂടി വേണം. who were traditionally denied government jobs due to their lower caste status. This movement played a crucial role in the social reforms and empowerment of the Eezhava community in Kerala. അപ്പോൾ മലയാളി മെമ്മോറിയലിനെ കുറിച്ചും ഈഴവ മെമ്മോറിയലിനെ കുറിച്ചും ഡേറ്റ് അടക്കം ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 16th ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഏതൊക്കെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്നാണ് എഴുതേണ്ടത്. ഒന്നെന്താണ്? നമ്മുടെ എംഫസിസ് ഓൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓട്ടോണമി, മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്, അങ്ങനെ ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതി അതിനെക്കുറിച്ച് എഴുതുക. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യനിലുള്ളത് മെൻഷൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂള്. എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഇതിന് ഡിക്ലൈൻ ചെയ്യാൻ കാരണം? ഒന്ന് എന്തായിരുന്നു? ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് വാസ് ദ മേജർ റീസൺ ഫോർ ദ റൂയിൻ ഇൻ ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഒന്ന് അവരുടെ ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് അല്ലേ. പിന്നെ 2 ദ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ could be sold easily for they were cheap. മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ട് ചെയ്തു ഫ്രം ബ്രിട്ടനിൽ നിന്ന്. പിന്നെ the expansion of railway was also responsible for the decline of the Indian textile industry. അടുത്തത് എന്തായിരുന്നു? റെയിൽവേയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂ ടു ദ ഹയർ ടാക്സ് റിലീവ്ഡ് അല്ലേ. പിന്നെ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഫോഴ്സ്ഡ് ദ വീവേഴ്സ് ടു വർക്ക് merge wages and to exchange the products to them cheaper rate. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പോയിന്റ്സ് ആയിട്ട് എഴുതേണ്ടത്. ഒന്നുകൂടി പോയിന്റ്സ് പറയാം. ഒന്ന് എന്താണ്?
ഒന്ന്, ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് വാസ് ദ മേജർ റീസൺ ഫോർ ദ റൂയിൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. രണ്ടാമത്തത്, ദ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽ ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ could be sold easily for they were cheap. മൂന്നാമത്തെ, the expansion of railway was also responsible for the decline of the Indian textile industry. Next, due to the higher tax levied. പിന്നെന്താണ്, to British officers forced the weavers to work wages and to exchange the products to them at cheaper rate. അല്ലേ, അവരെന്ത് ചെയ്തു, ലാർജ് സ്കെയിലിൽ മെഷീൻ മെയ്ഡുള്ള ഇത് കൊണ്ടുപോയി നമ്മുടെ ഇവിടെ കൊടുന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ചീപ്പർ റേറ്റിൽ വിൽക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ റെയിൽവേ എക്സ്പാൻഡ് ചെയ്തത് കാരണമാണ്. പിന്നെ ഹയർ ടാക്സ് ഇത് ചെയ്തത്, ഇതൊക്കെ അതിനൊരു കാരണമാണ്. 17th question, elucidate the importance of the following days based on the apparent position of the sun. apparent position of the sunന്റെ ബേസിൽ ഇതിന്റെ 21 മാർച്ചിൽ എങ്ങനെയായിരിക്കും? ഡ്യൂറിംഗ് ദ ഇക്വനോമി ദ സൺ ഡയറക്ട്ലി അബോവ് ദ എർത്ത് ഇക്വറ്റോർ അല്ലേ. സെക്കൻഡ് 21 June, apparent movement from Tropic of Capricorn and it culminates on Tropic of Cancer. ഇനി 22 December Tropic of Cancer and it culminates on Tropic of Capricorn. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് നോട്ട് ഓൺ സൈക്ലോണിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇൻ ദ എക്കണോമിക് സെക്ടർ. എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ഗ്രോത്ത് ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, എക്കണോമിക് ലിബറലൈസേഷൻ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും കുറച്ച് പോയിന്റ്സും കൂടെ ചേർത്തിട്ട് എഴുതുക. അപ്പോൾ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ എക്കണോമിക് സെക്ടറിന് ഉണ്ടായത്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഇന്ത്യ എക്കണോമിക് സെക്ടേഴ്സിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എഴുതുക. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ, elucidate the role of സ്വദേശി മൂവ്മെന്റ് ഇൻ strengthening ഇന്ത്യൻ നാഷണൽസിന്റെ സ്വദേശി മൂവ്മെന്റ് എങ്ങനെയാണ് സഹായിച്ചതെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? ഒന്ന്, എക്കണോമിക് സെൽഫ് റിലയൻസ്, പൊളിറ്റിക്കൽ അവേക്കനിങ്, കൾച്ചർ ആൻഡ് റിവൈവൽ ആൻഡ് നാഷണൽ പ്രൈഡ്. അങ്ങനെ സ്വദേശി മൂവ്മെന്റിന്റെ കുറച്ച് കീ റോൾസ് ടു സ്ട്രെങ്തനിങ് ഇന്ത്യൻ നാഷണലിസം. അതിന് ഒരു 3-4 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്കൽ അവേക്കിംഗ് ഉണ്ടായിരുന്നു, എക്കണോമിക് സെൽഫ് റിലയൻസ് ഉണ്ടായിരുന്നു, കൾച്ചറൽ റിവൈവൽ ആണ്, നാഷണൽ പ്രൈഡ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഇതിനെക്കുറിച്ച് ചെറിയ നോട്ട്സ് പോലെ എഴുതുക, അല്ലെങ്കിൽ ഈ പോയിന്റ്സ് തന്നെ എഴുതി വയ്ക്കുക. 19ാമത്തെ, എക്സ്പ്ലെയിൻ എനി 2 ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ സിവിക് കോൺഷ്യസ്. പൗരബോധം ഡിറ്റർമൈൻ ചെയ്യുന്നതിനായിട്ട് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഫാമിലി, എഡ്യൂക്കേഷൻ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാമിലി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, പിന്നെ മീഡിയ. അപ്പോൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു 2 കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. എഡ്യൂക്കേഷനും ഫാമിലിയും മീഡിയയും നല്ലപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സിവിക് കോൺഷ്യസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പം ആ ഫാക്ടേഴ്സിനെ കുറിച്ച് ചെറിയ ഷോർട്ട് നോട്ട് പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 20th ക്വസ്റ്റ്യൻ, elucidate the importance of population studies. പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ്. എന്താണ്? റിസോഴ്സ് പ്ലാനിങ് ആൻഡ് അലോക്കേഷൻ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് എഴുതുക. ഒരു 4 പോയിന്റ്സ് എഴുതിയാൽ മതി. 20ന്റെ ഓർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലക്ട്രോണിക് ബാങ്ക്? ഹൗ ഈസ് ഇലക്ട്രോണിക് ബാങ്ക് ഹെൽപ്ഫുൾ ടു ദ കസ്റ്റമേഴ്സ്? എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ്? എങ്ങനെയാണ് ഇത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? അവൈലിംഗ് ബാങ്കിങ് സർവീസ് ഹാസ് ബീൻ മെയ്ഡ് ഈസി ബൈ കമ്പ്യൂട്ടറൈസേഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ATM ഫെസിലിറ്റി. Electronic banking is a method by which all transaction can be carried out through a net banking and tele-banking. നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ടെലി ബാങ്കിങ് വഴി എന്താണ് ട്രാൻസാക്ഷൻസ് ഒക്കെ എളുപ്പമാക്കുന്നതാണ് അല്ലേ. The banking method which by all transaction can be carried out through net banking and tele-banking. Anytime banking, anywhere banking, net banking, mobile phone banking, etc. are part of electronic banking. For this, assistance of the bank employees is not required. Bank account and net banking facilities alone are required for this. അപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? അവൈലിംഗ് ബാങ്കിങ് സർവീസ് ഹാസ് ബീൻ മെയ്ഡ് ഈസി ബൈ കമ്പ്യൂട്ടറൈസേഷൻ. അപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വഴി എന്താണ്? ഈസി ആക്കുന്നതാണ്. ബാങ്കിങ് പ്രോസസ്സൊക്കെ സർവീസൊക്കെ ഈസി ആക്കുന്നതാണ്. അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് ദ ATM ഫെസിലിറ്റി. അപ്പോൾ
ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണ്, അതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് എഴുതുക. 21. വാട്ട് ആർ ദ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്? പൊളിറ്റിക്കൽ സയൻസിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചുകൾ എഴുതാനാണ് പറഞ്ഞത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ തിയറീസ്, ഇന്റർനാഷണൽ പോളിസീസ്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ തിയറീസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗീവ് സജഷൻസ് ടു ഓവർകം ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ സിവിക് കോൺഷ്യസ്. സിവിക് കോൺഷ്യൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഓവർകം ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് എഴുതാൻ അല്ലെ, ഓവർകം ചെയ്യാനുള്ള സജഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് തന്നെ ഉണ്ട് അല്ലെ. ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് critically, should work for one's interest without going against public interest, be the change which you expect from others, equal weight should be given to both rights and duties, individuals should act democratically and tolerably. Next question. What is aerial remote sensing? Mention its limitations. Aerial remote sensing എന്താണ്, അതിന്റെ limitations എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞത്. Aerial remote sensing എന്ന് വെച്ചാൽ എന്താണ്? The method of obtaining photographs of the Earth's surface continuously from the sky by using cameras mounted or aircraft. It's known as aerial remote sensing. അപ്പോൾ ഷേക്കിംഗ് ഒക്കെ വരുമ്പോൾ എന്താണ്, നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസും എഴുതാനാണ് പറയുന്നത്. അപ്പൊ ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ എർത്ത് സർഫസ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സ്കൈ ബൈ യൂസിങ് ക്യാമറാസ് മൗണ്ടഡ് ഓൺ എയർക്രാഫ്റ്റ്സ് ഈസ് നോൺ ആസ് ഏരിയൽ റിമോട്ട് സെൻസിങ്. നെക്സ്റ്റ്, കമ്പയർ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് ഇൻ ടോപ്പോഗ്രാഫിക് മാപ്സ്. ഈസ്റ്റിങ്സിന്റെ നോർത്തിങ് ടോപ്പോഗ്രാഫിക് മാപ്സിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. Eastings എന്താണ്, represented by vertical lines on the map. Numbers increase as you move from left to right on the map, used to determine east-west position of the location. Eastings are always stated first when giving a grid reference. Northings are represented by horizontal lines on the map. Numbers increase as you move from bottom to top on the map, used to determine the north-south position of a location. Northings are stated second after eastings when giving a grid preference. അപ്പോൾ രണ്ടിന്റെയും ഫീച്ചേഴ്സ് ഇത് കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി. 23rd question. What is meant by financial institutions? Write 3 examples for non-banking financial institution. Financial institution എന്ന് പറഞ്ഞാൽ എന്താണ്? Financial institutions are those institutions where financial transaction like deposit, ലോൺ എക്സെട്ര ടേക്ക് പ്ലേസ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിൾ അല്ല, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ എന്തൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് ലൈക്ക് ഡെപ്പോസിറ്റ്, ലോൺസ് എക്സെട്ര ഇതൊക്കെ കൈമാറ്റം ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ഹെൽത്ത്. വാട്ട് ആർ ദ ഫെസിലിറ്റി ടു ബി എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ? എന്താണ് ഹെൽത്ത്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് എൻഷുർ ചെയ്തിട്ടുള്ളത്? അപ്പം എന്തൊക്കെയുണ്ട്? എന്താണ് ഡിഫൈൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മെർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ infirmity. To include various aspects such as nutrition, hygiene, mental wellness and access to medical care. അപ്പോൾ അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് എൻഷുർഡ് ബൈ ഹെൽത്ത് കെയർ ചെയ്തതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ഉണ്ട്, എമർജൻസി സർവീസ്, അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 24th question. Elucidate the following related to time calculation. Greenwich mean time, standard time. Greenwich mean time എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? The local time, the prime meridian is known as the Greenwich mean time. Based on the Greenwich meridian, the world is divided into 24 zones, each with the time difference of the 1 hour. These are known as time zone. അപ്പോൾ എന്താണ് Greenwich mean time എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോക്കൽ ടൈം വുഡ് ബി ഡിഫറെൻറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡിലും എന്താണ് ലോക്കൽ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് വി സ്റ്റാർട്ട് കാൽക്കുലേറ്റിംഗ് ദ ലോക്കൽ ടൈം അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ബേസ്ഡ് ഓൺ ദ ലോഞ്ചിറ്റ്യൂഡ് ദെയർ
ഇറ്റ് വുഡ് ബി ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. അപ്പോൾ ഇതിന് ഒരുപാട് കൺഫ്യൂഷൻസ് വരികയാണ് അല്ലേ. അത് സോൾവ് ചെയ്യാൻ വേണ്ടി ടു സോൾവ് ദിസ് ദ ലോക്കൽ ടൈം ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസ് ത്രൂ ദ മിഡിൽ ഓഫ് കൺട്രി ഈസ് സെലക്ടഡ് ആസ് ദ common time for the whole country. Each country in the world considers as a longitude that passes almost through its middle as the standard meridian. The countries with large longitudinal extent estimate more than one local time by considering more than one standard meridian. The local time at the standard meridian is the standard time of that country. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻസിൽ വരെയാണ് എന്താണ് പ്ലാനറ്ററി വിൻസ്. വാട്ട് ആർ ദ പ്ലാനറ്ററി വിൻസ്? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രേഡ് വിൻസ് ആൻഡ് വെസ്റ്ററൽസ്. എന്താണ് അപ്പോൾ നമ്മൾ എഴുതുക എങ്ങനെയാണ്? പ്ലാനറ്ററി വിൻസ് ആർ ലാർജ് സ്കെയിൽ വിൻസ് ദാറ്റ് ബ്ലോ കോൺസ്റ്റന്റ്ലി ത്രൂ ദ ഇയർ ഓവർ സ്പെസിഫിക് റീജിയൻ ഓഫ് ദ എർത്ത് ഡ്യൂ ടു ദ അൺഈക്വൽ ഹീറ്റിംഗ് ഓഫ് ദ എർത്ത് സർഫസ് ആൻഡ് ദ റൊട്ടേഷൻ ഓഫ് ദി പ്ലാനറ്റ്. അപ്പോൾ എന്താണ് പ്ലാനറ്ററി വിൻസ് എന്ന് എഴുതുക. അതിൻ്റെ മെയിൻ ടൈപ്സ് ഓഫ് പ്ലാനറ്ററി വിൻസ് ആണ് എന്തൊക്കെയെന്ന് പറയുന്നത്? ട്രേഡ് വിൻഡ്, വെസ്റ്ററിൽസ്, പോളാറിസിൽസ്. അതിൻ്റെ ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ. അനലൈസ് ദ റോൾ ഓഫ് സൺ യാറ്റ്സൻ ആൻഡ് മാവോ സേതുങ് ഇൻ എസ്റ്റാബ്ലിഷ് റിപ്പബ്ലിക് ഇൻ ചൈന. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പറയുന്ന ഭാഗമാണ് അല്ലെ, ചൈനീസ് റെവല്യൂഷന്റെ പറയണയാണ്. അതിനകത്ത് വരേണ്ടതാണ് എന്ത്? മാവോ സേതുങ്ങിന്റെയും സൺ യാറ്റ്സെങ്ങിന്റെയും. നമുക്കറിയാം അല്ലേ, മഞ്ജു ഡിനാസ്റ്റി ആയിരുന്നു ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. പിന്നെ അവർക്കിടെ ഇതിന് ശേഷം വന്ന ലീഡർഷിപ്പ് ഏറ്റെടുത്തതാണ് ഡോക്ടർ സൺ യാറ്റ് സിംഗ് എടുത്ത മഞ്ജു ഡിനാസ്റ്റി അല്ലേ. പിന്നെ അതെന്തിനു കാരണം? ഇത് സെൻട്രഡ് മൊണാർക്കി ഓഫ് ചൈന, ചൈനയുടെ മൊണാർക്കിക്ക് എൻഡ് ചെയ്തു ആഫ്റ്റർ റെവല്യൂഷൻ. പിന്നെ ആര് വന്നു? കുമിന്താങ് പാർട്ടി വന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഗവൺമെന്റ് സൗത്തേൺ ചൈന ആൻഡ് ഇൻഡർ ലീഡർഷിപ്പ് ഓഫ് സൺ യാറ്റ് സിംഗിന്റെ നേതൃത്വത്തിൽ സൗത്തേൺ ചൈനയിൽ എന്താണ് ഒരു ഗവൺമെന്റ് വന്നു. അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് ഐഡിയോളജീസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസത്തിനൊക്കെയാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഹി ഡിസൈഡ് ടു നളിഫൈ ദ അൺജസ്റ്റ് ട്രീറ്റീസ് സൈൻഡ് വിത്ത് ഫോറിൻ കൺട്രീസ് ആൻഡ് വാണ്ടഡ് ടു മെയിൻറ്റെയിൻ ഇക്വാലിറ്റി വിത്ത് വെസ്റ്റേൺ countries. The Kuomintang Republic adopted measured the progress of agriculture and industry. China received assistance from Russia in various fields and the Chinese Communist Party was formed. In the beginning, the Kuomintang Party communists cooperated with each other, but this cooperation was disturbed when Chiang Kai-shek became the head of the republic following the death of Sun Yat-sen. പിന്നെ മാവോ സേതുങ്ങിന്റെ കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞ് എഴുതുക. ചൈനീസിനെ കുറിച്ചാണ് എഴുതേണ്ടത്. അതിൽ ഓർ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാരണങ്ങളും റിസൾട്ട്സും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മിലിറ്ററിസം, അലയൻസ് ഓഫ് ഇമ്പറിയലിസം ആൻഡ് നാഷണലിസം, അതൊക്കെയാണ് എന്ത് അതിന്റെ കോസ് ആയത്. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞതിന്റെ റിസൾട്ട് എന്തായിരുന്നു, ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോസസ് എന്തൊക്കെയാണ്, റിസൾട്ട്സ് എന്തൊക്കെയാണ്, പിന്നെ ട്രിപ്പിൾ അലയൻസും അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എഴുതാനാണ് പറഞ്ഞത്. അതൊരു എസ്സേ ടൈപ്പ് എഴുതാനാണ്. അപ്പൊ ആദ്യത്തേലും രണ്ടാമത്തേലും എസ്സേ ടൈപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആൻസർ കീ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.